വലിയവനും പരിശുദ്ധനും നിത്യനുമായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 12 വരെ നമുക്ക് വായിക്കാം. വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ നാം എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അവിടെ പറയുന്നത് 11 എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. അവിടെ പറയുന്നത് വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ ഒന്നാമത് ദൈവത്തെ സ്നേഹിക്കുന്നവരായിത്തീരുക. പിന്നെ പറയുന്നത് എന്താണ്? പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കാൻ അവസാനത്തോളം ഉത്സാഹമുള്ളവരായിരിക്കാം. അപ്പം ദൈവവിഷയവുമായി ഉത്സാഹമില്ലെങ്കിൽ, ദൈവവിഷയവുമായി സമ്പന്നരാകുവാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നമ്മുടെ വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല. നമ്മൾ പ്രത്യാശിക്കുന്നത് നമുക്ക് ലഭിക്കുമെന്നുള്ള പൂർണ്ണ നിശ്ചയം, അതെനിക്ക് ലഭിക്കുമെന്നുള്ളത് നാം പ്രത്യാശിക്കുന്നുണ്ടെങ്കിൽ അത് പ്രാപിക്കാൻ അവസാനത്തോളം ആ ദൈവവിഷയവുമായി നാം ഉത്സാഹമുള്ളവരായിരിക്കണം. മൂന്നാമതായിട്ട് പറയുന്നത് മന്ദതയുള്ളവരാകരുത് എന്നവിടെ പറയുന്നു. മന്ദത ഉള്ളവരാകരുത് എന്ന് വെച്ചാൽ മടി, ഇന്ന് വേണ്ട എന്ന് പറയുന്ന അവസ്ഥ. നാലാമത് വിശ്വാസത്തിൽ ദൃഢതയുള്ളവരായിരിക്കണം. അഞ്ചാമതായിട്ട് പറയുന്നത് ദീർഘക്ഷമയുള്ളവരായിരിക്കണം. എങ്ങനെ ദീർഘക്ഷമ? വാഗ്ദത്തങ്ങളെ പ്രാപിച്ച അബ്രഹാമിനെ നമുക്കറിയാം. അബ്രഹാമിനെ പോലെ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കണം. 6-ാം അധ്യായത്തിൻ്റെ 15 നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാം ലഭിക്കാത്തില്ല എന്ന് പൂർണ്ണമായിട്ടും അറിയാമെങ്കിലും ദൈവം കൊടുത്ത വാഗ്ദത്തത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചതുകൊണ്ട്, ദീർഘക്ഷമയോടെ ഇരുന്നതുകൊണ്ട് അത് പ്രാപിച്ചെടുക്കുവാൻ ഇടയായി തീർന്നു. അപ്പം നാം എന്ത് ചെയ്യണം? ദീർഘക്ഷമയുള്ളവരായിരിക്കണം. കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ബൈബിളിൽ നമുക്കറിയാം കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്ക് ലഭിക്കുമെന്നുള്ള വാഗ്ദത്തമുണ്ട്. എന്നാൽ അത് കിട്ടുന്നത് വരെയും അബ്രഹാമിനെ പോലെ ദീർഘക്ഷമയോടെ ഇരുന്ന് അത് പ്രാപിച്ചെടുക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.